ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആരായിരിക്കും ഫസ്റ്റത്തെ ക്യാപ്റ്റൻ നമുക്ക് നോക്കാം അല്ലേ. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കാണോ ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ല എന്ന് തോന്നുന്നത് അവരുടെ മുഖത്തേക്ക് ആ ഫോം തേച്ച് കൊടുക്കണം. ആൻഡ് അറ്റ് റീസണും പറയണം. അതാണ് ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് ചെയ്യാനായി ഫസ്റ്റ് എഴുന്നേറ്റ് പോയത് നമ്മുടെ അനീഷാണ്. അവിടെയും കുറച്ച് ചൊറിച്ചിലും പരിപാടികളൊക്കെ തുടങ്ങി. പുള്ളിക്കാരന് പൊതുവെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു എന്നല്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് സെലക്ട് ചെയ്ത ആൾ ശാരികയാണ്. റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശാരിക അവരുടെ ഇൻ്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞു എന്നതായിരുന്നു റീസൺ. ജസ്റ്റ് ഞാൻ എല്ലാവരുടെയും ഒന്ന് വൺ ലൈനിൽ പറഞ്ഞു പോകാട്ടോ. സെക്കൻഡ് അഭിയാണ്. അഭി സെലക്ട് ചെയ്ത ആൾ അക്ബറാണ്. റീസൺ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള അത് കേൾക്കാനോ കേൾക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നു എങ്ങനെയെന്തോ ആണ് പറഞ്ഞത്. അടുത്ത തേർഡ് നിവീനാണ്. അനീഷിനെയാണ് സെലക്ട് ചെയ്തത്. അറ്റൻഷൻ സീക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ശാരികയുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. ആ കോൺവെർസേഷൻ നടക്കുമ്പോൾ അവിടെ നിവീന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നാലാമത്തെ ആൾ ആദിലെ നൂറയുമാണ്. അവർ സെലക്ട് ചെയ്ത അനീഷിനെയാണ്. അവർ പറഞ്ഞത് രാവിലെ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാലും ബിഗ് ബോസിൽ വരണം എന്നുള്ളൊരു വിഷയം. അപ്പോൾ അതിൻ്റെ ഇഷ്യൂവിനെ കുറിച്ചുള്ള ഒരു റീസണാണ് അവരും പറഞ്ഞത്. ഫിഫ്ത്ത് RJ ബിൻസിയാണ്. അവരും അനീഷിനെ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും പ്രശ്നങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക അങ്ങനെയൊക്കെ ഒരു റീസണാണ് പറഞ്ഞത്. ആറാമത് എത്തിയത് നമ്മുടെ ജിസീലാണ്. ജിസീൽ സെലക്ട് ചെയ്തത് രേണുവിനെയാണ്. രേണു ടാസ്കിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അടുത്തത് ശാരികയാണ് ശാരികയും അനീഷിനെയാണ് സെലക്ട് ചെയ്തത്. മൊത്തത്തിലൊരു ഒറ്റപ്പെടൽ, അത് തന്നെയാണ് മിക്കവാറും എല്ലാവരും പറയുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിന്ന്. റെന ഫാത്തിമ വന്നു. അടുത്ത് കഴിഞ്ഞിട്ട് മുൻഷി രഞ്ജിത്തിനെയാണ് സെലക്ട് ചെയ്തത്. ഏജ് വെച്ച് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നു എന്നാണ് ആ കുട്ടിയും ഒരു റീസണായി പറഞ്ഞത്. പിന്നെ ശൈത്യയാണ്. ശൈത്യ സെലക്ട് ചെയ്ത് ആദില നൂറ എന്നിവരെയാണ്. അവർ പറഞ്ഞത് ആക്റ്റീവ് അല്ല എന്നാണ്. അവർ ഒട്ടും ആക്റ്റീവ് അല്ല എന്നാണ് ശൈത്യ പറഞ്ഞത് റീസണായിട്ട്. പിന്നെ അടുത്തതായി അനുമോളാണ്. അനുമോൾ സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. ഒന്നും മിണ്ടുന്നില്ല, എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നില്ല, കാണാത്ത പോലെ മൈൻഡില്ലാത്ത പോലെ പോണു. അതന്നെ മൊത്തത്തിൽ ഒറ്റപ്പെടൽ. അത് തന്നെയാണ് അവരും ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ബിന്നി വന്നു. ശൈത്യ സെലക്ട് ചെയ്തു. ബിന്നി ശൈത്യക്ക് കൊടുത്ത റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ടാസ്കിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല, ഗെയിം സ്പിരിറ്റ് ഇല്ല എന്നതൊക്കെയായിരുന്നു. അടുത്തത് ശാരിക. ഞാൻ നേരത്തെ പറഞ്ഞത് ശാരികയല്ലായിരുന്നു. 7th കലാഭവൻ സരികയായിരുന്നു. ഞാൻ മാറി പറഞ്ഞ കേട്ടോ. പുള്ളിക്കാരിയാണ് പറഞ്ഞത് അനീഷിന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ. 12th ശാരിക വന്നിട്ട് പറഞ്ഞത് അനീഷ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇഷ്യൂ അത് തന്നെയാണ് പറഞ്ഞത്. അടുത്തത് ആര്യൻ സെലക്ട് ചെയ്തത് ആദില നൂറ അവരെയാണ്. റൂൾ ബ്രേക്കിംഗ്, മേക്കപ്പിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്തത് നമ്മുടെ പൗഡർ റൂമിൽ കയറിയിട്ട് ആ ഒരു റീസണാണ് പറഞ്ഞത്. അടുത്തത് ശരത്താണ്. രേണു സുധിനെ സെലക്ട് ചെയ്തു. റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടാസ്ക് ചെയ്തില്ല. ഒരു ക്യാപ്റ്റൻ ആവുമ്പോൾ ടാസ്കിലും മറ്റുള്ള കാര്യങ്ങളും പൂർണ്ണമായി ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് റീസൺ പറഞ്ഞത്. അടുത്തത് ഷനവാസാണ് ഷനവാസ് അനുമോളെ സെലക്ട് ചെയ്തു. റീസൺ പറഞ്ഞത് ഒരു കാര്യം തീർത്ത് ചെയ്യുന്നില്ല, പകുതിയിൽ ഇട്ടിട്ട് പോകുന്ന ആ ഒരു പ്രകൃതി, അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത മുൻഷി രഞ്ജിത്താണ്. പുള്ളിക്കാരൻ സെലക്ട് ചെയ്തതും അനീഷിനെയാണ്. അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അടുത്തത് രേണു സുധി സെലക്ട് ചെയ്തത് നമ്മുടെ റെന ഫാത്തിമാനയോടാണ്. രേണു സുധിയും ശാരികയും ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തിനാ ചേച്ചി അങ്ങനെ അവർ തമ്മിലുള്ളൊരു ഇഷ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ആൾ അക്ബറാണ്. അക്ബർ സെലക്ട് ചെയ്തതും അനുമോളെയാണ്. ടാസ്കിൽ ഫസ്റ്റ് തന്നെ എഫേർട്ട് ഇടേണ്ട എന്നൊക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു റീസണാണ് പറഞ്ഞത്. 19th ഓനിയൽ സാബുവാണ് അനീഷിനെ തന്നെ സെലക്ട് ചെയ്തത്. അനീഷിനെ സെലക്ട് ചെയ്തതിന് റീസൺ പറഞ്ഞത് പുള്ളിയുടെ റിയാക്ഷൻ ഭയങ്കര വയലൻറ്റ് രീതിയാണ്, ജഡ്ജ്മെൻറ്റിലാണ് പുള്ളിക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് റീസൺ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ക്യാപ്റ്റൻസി അപ്പോൾ ആരായിരിക്കും എന്ന് നമ്മൾക്ക് പറയാം. ബിഗ് ബോസ് അവിടെ വലിയൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ ഫോം കൊണ്ട് ഫേസിൽ ഇത് കിട്ടുന്നത് അവരായിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ ആർക്കെ കൂടുതൽ അനീഷിനെയാണ് കിട്ടിയിരിക്കുന്നത്. അനീഷാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു പ്രാങ്ക് തന്നെയായിരുന്നു കേട്ടോ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷ് ആയിരിക്കുകയാണ്.
എന്തായാലും കണ്ടസ്റ്റൻസ് എല്ലാം ഒരു പ്ലേയിങ് അവസ്ഥയിൽ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈവിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.